പൂർണ്ണമായി വളർച്ച മുരടിച്ച മുടിവേരുകളിൽ പോലും നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. ഹെയർ പാക്കിനുപരിയായി ഹെയർ സൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇതിൽ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 8-10 ചെമ്പരത്തിപ്പൂ, ഇത് 5 തളിലെ ചെമ്പരത്തിപ്പൂവാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് എടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ നമുക്കൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ചെറിയ ചൂടേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും കളർ മാറത്തില്ല കേട്ടോ. നല്ല തിളച്ച വെള്ളമാണെങ്കിൽ മാത്രമേ കളർ മാറത്തുള്ളൂ. ഇതൊന്ന് മുക്കി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ എടുത്ത് വെച്ചിരിക്കുന്ന 1 സ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നമ്മുടെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. പിന്നെ എടുക്കുന്നത് നമ്മുടെ പനിക്കൂർക്കയുടെ ഇല, അതായത് ഞവര ഇല, അതുപോലെ തന്നെ കൃഷ്ണ തുളസിയുടെ ഇല. ഇതും കൂടെ ഒന്ന് നമുക്കതിലേക്ക് മുക്കി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 4-5 മണിക്കൂർ വരെ ഇത് അതിൽ കിടക്കട്ടെ. അതായത് നമ്മുടെ ഉലുവ ഒന്ന് കുതിർന്ന് വരണം കേട്ടോ. അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലാക്കി അരച്ച് എടുക്കാം. ഇത് ഞാൻ ഇന്നലെ വൈകിട്ട് കുതിരാൻ വേണ്ടി ഇട്ടതാണ്. ഇതാ നമ്മുടെ ഉലുവയെല്ലാം നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഴങ്കഞ്ഞി വെള്ളം, അതായത് കഞ്ഞിവെള്ളത്തിനടിയിൽ ആയിരുന്ന പൂവിൻ്റെ ഭാഗമെല്ലാം കളർ മാറിയിട്ടുണ്ട്. കളർ മാറി ദാ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം, ദാ വെള്ള കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് അരിച്ചെടുത്തിട്ട് ഡബിൾ വെള്ളം ചേർത്ത്, ഇപ്പോൾ നമ്മൾ 1 ഗ്ലാസ് പഴങ്കഞ്ഞി വെള്ളമാണ് ഇതെടുത്തതെങ്കിൽ 2 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഇതിനെ നേർപ്പിച്ച് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒന്ന് തട്ടി നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. കാരണം നമ്മൾ ഉലുവ നല്ലവണ്ണം അരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉലുവ നല്ല രീതിയിൽ കഴുകിക്കളയണം. അതുകൊണ്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം. ഒരു തോർത്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ല നമ്മൾ കോട്ടൺ തുണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് ഒരു വിഴുവിഴുപ്പുള്ളത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് അരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. ഇതാകുമ്പോൾ കേട്ടോ പഴയ ഒരു തോർത്തെടുക്കുമ്പോൾ അതിൽ ഓട്ടയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ച് നല്ലവണ്ണം അരിച്ചെടുക്കാവേ. ഇത് നമുക്ക് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കുറഞ്ഞത് ഉപയോഗിക്കാം. ഇത് നമുക്ക് അരിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡബിൾ വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യാനുസരണം ഇപ്പോൾ നമ്മൾ ഒരു 1/2 ഗ്ലാസ് ഇതിൻ്റെ സൊല്യൂഷൻ എടുത്തിട്ട് അതിനനുസരിച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ തേക്കുകയോ ചെയ്യാം. അതിനുശേഷം നമുക്ക് ചെറിയൊരു മസാജ് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് തലയിൽ ഇട്ടതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ ഷാമ്പൂ ഒന്നും ഇടാതെ തന്നെ കഴുകി കളയാവുന്നതാണ്. മുടി വളർത്തണം, അല്ലെങ്കിൽ മുടി നല്ല രീതിയിൽ കെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെമ്പരത്തിപ്പൂവും ഉലുവയും തലയിൽ തേച്ച് കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ.